വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുടയിൽ ഹർത്താലിന്റെ മറവിൽ പ്രകടനം നടത്തുകയും അക്രമം നടത്തുകയും ചെയ്ത കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. കുഴിക്കാട്ടുകോണം പയ്യേട്ടിൽ ഹൌസിൽ ഹരിദാസനാണ് അറസ്റ്റിലായത്. ഇയാൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, ഹർത്താലിന്റെ മറവിൽ ഇരിങ്ങാലക്കുട ഭാഗത്ത് വലിയ അക്രമമാണ് ഉണ്ടായത്. CPM ഓഫീസർക്ക് നേരെയും CPM പ്രവർത്തകർക്ക് നേരെയും വ്യാപകമായ അക്രമം ഉണ്ടായത്. കൂടാതെ തന്നെ പോകുന്നിടത്തിലും മറ്റ് സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങളും മറ്റും ഫ്ലക്സുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. അത്തരത്തിൽ വലിയ അക്രമങ്ങൾ ഇതിനകത്ത് ഉണ്ടായപ്പോൾ അതിന്റെ മറവിൽ ഹർത്താലിൽ പ്രകടനത്തിനിറങ്ങുകയും അക്രമങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പോലീസ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം പ്രകടനത്തിൽ പങ്കെടുക്കുകയും അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്ന കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വ്യാപകമായി തന്നെ ഈ ഭാഗത്ത് അക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഇയാൾക്കും കൃത്യമായ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഹരിദാസൻ വെറ്റിനറി ഹോസ്പിറ്റൽ, കാർളം വെറ്റിനറി ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. ഈ ജോലി തുടരവെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തത്. വലിയ ഗുരുതരമായ തെറ്റ് തന്നെയാണ് സർക്കാരും പോലീസ് സന്നാഹവും ഇപ്പോൾ ഇദ്ദേഹത്തെ കാണുന്നത്. കാർളം പഞ്ചായത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ വ്യാപകമായ അക്രമം നടത്തുകയും ഹർത്താലിന്റെ മറവിൽ വലിയ തോതിലുള്ള അക്രമം സ്കോപ്പ് കൂട്ടുകയും ചെയ്ത കേസാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഇരിങ്ങാലക്കുടയിൽ അറസ്റ്റിലാകുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയും സി അടങ്ങുന്ന സംഘം തന്നെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഇരിങ്ങാലക്കുട സ്റ്റേഷനിലാണുള്ളത്. അത്തരത്തിൽ ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ടോ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച നടക്കുന്നതേ ഉള്ളൂ. കാരണം CCTV മറ്റ് പോലീസിന്റെയും ദൃശ്യമാധ്യമങ്ങൾ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളും മറ്റും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ അക്രമങ്ങളിലും മറ്റും ഇയാൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഹർത്താലിന്റെ മറവിൽ നടന്ന പ്രകടനങ്ങളിലും അതുപോലെ തന്നെ അക്രമങ്ങളിലും ഇയാൾ വ്യക്തമായി പങ്കെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പറയാൻ കഴിയും. രേഷ്മ, ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ അബ്രാം? ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ രാവിലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. രാവിലെ 8 മണിയോടെ കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇയാൾ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലാണുള്ളത്. ഏതൊക്കെ വകുപ്പുകൾ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഹർത്താലിന് ഈ ഭാഗത്തുണ്ടായ വ്യാപകമായ അക്രമങ്ങളിലും മറ്റും ഇയാൾക്ക് വ്യക്തമായ പങ്കുണ്ട്. കഴിഞ്ഞ നാളുകളായും ഇയാൾക്കെതിരെ പല നാട്ടുകാർ അവിടെ പരാതി പറയുന്നുണ്ട്. കാരണം വർഗീയത പരസ്പരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ മറ്റും ഇയാൾ നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു പള്ളി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഹിന്ദുക്കൾക്കിടയിൽ വ്യാപകമായി ഇത്തരം പള്ളി വരുന്നതിനെ പറ്റി തടയണമെന്ന രീതിയിലുള്ള വ്യാപകമായ മെസ്സേജുകൾ ഇയാൾ പ്രചരിപ്പിച്ചു. അന്ന് തന്നെ നാട്ടുകാർ ഇയാൾക്കെതിരെ വ്യാപകമായി തന്നെ പരാതികൾ ഉന്നയിച്ചിരുന്നതാണ്. ഇതിന്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ ഇയാൾ ഹർത്താലിൽ പങ്കെടുത്തതും അക്രമം നടത്തിയതും. അത്തരത്തിൽ വ്യാപകമായി തന്നെ RSS ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ ഹരിദാസൻ. നേരത്തെ തന്നെ ഇയാൾക്ക് ഇതുമായി RSSുമായി വലിയ ബന്ധമുണ്ട്. സേവാഭാരതത്തെ പറ്റി സജീവ പ്രവർത്തനമാണ് ഇയാൾ. നിരന്തരം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പല കേസുകളിലും ഇദ്ദേഹത്തിന്റെ പേര് അവിടെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ ഹർത്താലിലും ഇയാൾ പ്രകടനങ്ങളിലും അക്രമങ്ങളിലും പങ്കെടുത്ത വ്യക്തമായ തെളിവുകൾ തന്നെ പോലീസ് കസ്റ്റഡിയെടുത്തിരിക്കുന്നത്. രേഷ്മ, അബ്രാം, മറ്റൊരു കാര്യം കൂടി, ഇരിങ്ങാലക്കുട അടക്കം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അത് തുടരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ അക്രമങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ഇപ്പോഴും തുടരുന്നുണ്ടോ? തൃശൂർ ജില്ലയിൽ നിലവിൽ അക്രമങ്ങൾ തന്നെ ഇല്ല. കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കഴിഞ്ഞ ഹർത്താലിന്റെ 2 ദിവസങ്ങളെ വലിയ അക്രമങ്ങൾ ജില്ലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി വലിയ അക്രമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമില്ല. വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെയാണ് ജില്ലയിലെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ RSS നിരന്തരം അക്രമം അയച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. പലയിടങ്ങളിലും വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏകപക്ഷീയമായ പ്രകോപനങ്ങളും മറ്റും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ജില്ലയിൽ 100ഓളം കേസുകളിലായി 5256ഓളം പ്രതികൾ ഉണ്ട്. 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായതും. ഇത്തരത്തിൽ ഈ വലിയ തോതിൽ തന്നെ പോലീസ് കേസുകൾ എടുക്കുന്നുണ്ട്. സിറ്റിയിൽ മാത്രം 37 കേസുകൾ കഴിഞ്ഞ ദിവസങ്ങൾ രജിസ്റ്റർ ചെയ്തു. 2956 പേർ ഇവിടെ ജില്ലയിലെ സിറ്റിയിൽ മാത്രം അക്രമങ്ങളിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. 151 പേരാണ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവർ. 47 പേര് ഇതിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വ്യാപകമായ അറസ്റ്റ് ജില്ലയിൽ പുരോഗമിക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ട കണക്കുകൾ പോലീസ് തിരത്തുന്നുണ്ട്. അറസ്റ്റ് ചെയ്തിൽ നിന്ന് ഈ തുക ഈടാക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. വീടുകൾക്ക് നേരെയും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും വ്യാപകമായി തന്നെ അക്രമം 2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ അക്രമങ്ങൾ പൂർണ്ണമായി തന്നെ ജില്ലയിൽ ഇതൊരു അക്രമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. CPM ഓഫീസുകൾക്ക് നേരെ പലപ്പോഴായി കല്ലേറും മറ്റും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ CPM അതീവ ജാഗ്രതയിൽ തന്നെയാണുള്ളത്. ഇത്തരം പ്രകോപനങ്ങൾ വീണു പോകരുത് എന്ന സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ CPM പ്രവർത്തകരോട് പറഞ്ഞതിൽ പിന്നെ CPM കാര്യമായി തന്നെ പ്രകോപനങ്ങൾ വീണു പോകാത്ത ഒരു അവസ്ഥ ജില്ലയിൽ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നം തന്നെ ഉണ്ടാകുന്നില്ല. അക്രമങ്ങൾ പങ്കെടുക്കുന്ന RSസുകാരെ കൃത്യമായി തന്നെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ജില്ലയിൽ കാര്യങ്ങൾ ശാന്തമാണ്. പക്ഷേ അറസ്റ്റ് തുടരുന്നുണ്ട്. ഇത്തരത്തിൽ ഹർത്താലിന്റെ മറവിൽ അക്രമം നടത്തുകയും സ്വർണ്ണം നടത്തുകയും ചെയ്ത ആൾക്കാരെ കൃത്യമായി തന്നെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അറസ്റ്റിന്റെ ഭാഗമാണ് ഇപ്പോൾ
ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇരിങ്ങാലക്കുടയിൽ അറസ്റ്റിലായിരിക്കുന്നത് രേഷ്മ. ശരി, വ്യക്തമാണ് അഭിരാം. ഇരിങ്ങാലക്കുടയിൽ ഹർത്താലിന്റെ മറവിൽ പ്രകടനം നടത്തുകയും അക്രമം നടത്തുകയും ചെയ്ത കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരിക്കുന്നു. കുഴിക്കാട്ടുകോണം പയ്യട്ടിൽ ഹൌസിൽ ഹരിദാസനാണ് അറസ്റ്റിലായത്. വിവരങ്ങളാണ് അഭിരാം നൽകിയത്. തലശ്ശേരി ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നാളെ അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിരോധനാജ്ഞ. അതേസമയം തലശ്ശേരിയിൽ RSS അക്രമം തുടരുകയാണ്. NGO യൂണിയൻ നേതാവിന്റെ വീടിന് നേരെ ഇന്ന് പുലർച്ചെ ബോംബേറുണ്ടായി. വിവരങ്ങളുമായി M സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, സമാധാന ശ്രമങ്ങൾക്കായുള്ള യോഗത്തിന് ശേഷമാണ് ഈ രീതിയിൽ വീണ്ടും RSS അക്രമം തുടരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേഷ്മ, ജില്ലയിൽ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളുമായി സഹകരിച്ച എന്നാണ് RSS ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഇന്നലെ സമാധാന യോഗം ചേർന്ന് കണ്ണൂർ ജില്ലയിൽ ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകില്ല എന്ന് RSS നേതാക്കൾ ഉറപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, വീടുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പും ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച് നൽകിയിരുന്നു. എന്നാൽ ആ സമാധാന യോഗത്തിലുണ്ടായ ധാരണ ലംഘിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ RSSകാരത് ലംഘിച്ചിരിക്കുകയാണ്. തലശ്ശേരി മേഖലയിൽ വീടുകൾക്ക് നേരെ ഇന്നലെ രാത്രിയും ആക്രമണം ഉണ്ടായി. ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി ആക്രമണം ഉണ്ടായി. NGO യൂണിയൻ നേതാവായ P വിമൽകുമാറിന്റെ തലശ്ശേരിക്കടുത്ത കൊളശ്ശേരിയിലുള്ള വീടിന് നേരെ പുലർച്ചെ ബോംബാക്രമണം ഉണ്ടായി. പുലർച്ചെ 12:15 വീടിന് നേരെ ബോംബ് എറിഞ്ഞത്. സ്ഫോടനത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും വീടിന്റെ സിറ്റ് ഔട്ടും തകർന്നു. ഈ മേഖലയിൽ വ്യാപകമായി ഇന്നലെ രാത്രി സമാനമായിട്ടുള്ള സംഘർഷ സ്ഥിതി സൃഷ്ടിക്കാൻ RSSന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി. ഏതായാലും ഇന്നലെ ചേർന്ന സമാധാന യോഗത്തിന്റെ തീരുമാനങ്ങളാണ് ഇപ്പോൾ RSS ഈ മേഖലയിൽ ലംഘിച്ചിരിക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് നടപടികളും ഊർജിതമാക്കിയിട്ടുണ്ട്. നാളെ അർദ്ധരാത്രി വരെ ന്യൂമാഹി തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ പോലീസ് തലശ്ശേരി നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തിയത് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല, നിരവധി പേരെ ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. തലശ്ശേരി മേഖലയിൽ മാത്രം ഈ വീടുകൾ ആക്രമിച്ച കേസുകളുമായി ബന്ധപ്പെട്ട 25ഓളം പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഈ RSS സ്വീകരിക്കുന്ന സമീപനം ഈ സമാധാന യോഗത്തിൽ വെച്ച് സമാധാനം ഉറപ്പുവരുത്തും എന്നുള്ള കാര്യത്തിൽ ധാരണയിലെത്തുകയും എന്നാൽ പ്രവർത്തകരെ അക്രമത്തിന് പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് RSS നേതൃത്വം സ്വീകരിക്കുന്നത്. ബൈക്കുകളിലെത്തി വീടിന് ബോംബെറിഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു രീതിയാണ് ഈ ഭാഗത്ത് RSS ഇപ്പോൾ സ്വീകരിക്കുന്നത്. രേഷ്മ, ശരി, വ്യക്തമാണ് സന്തോഷ്. തലശ്ശേരി ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നാളെ അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിരോധനാജ്ഞ. തലശ്ശേരിയിൽ RSS അക്രമം തുടരുകയാണ്. NGO യൂണിയൻ നേതാവിന്റെ വീടിന് നേരെ ഇന്ന് പുലർച്ചെ ബോംബേറുണ്ടായി. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. കോഴിക്കോട് മിഠായി തെരുവിൽ ആക്രമണം നടത്തിയവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തു. 27 പേർ അറസ്റ്റിലായി. 150-ലേറെ പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഇന്നലെ പേരാമ്പ്രയിൽ RSS പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് ശേഖരവും ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. പോലീസ് ആക്ട് പ്രകാരം നിരോധനം നിലനിൽക്കുമ്പോഴും കോഴിക്കോട് പേരാമ്പ്രയടക്കമുള്ള പ്രദേശങ്ങളിൽ RSS ആക്രമണം തുടരുകയാണ്. RSS പ്രവർത്തകൻ കടിയങ്ങാട് ജാനകിവയൽ വിജേഷിന്റെ വീട് റെയ്ഡ് ചെയ്ത പോലീസ് ബോംബ് ശേഖരവും ആയുധങ്ങളും പിടികൂടി. ഹർത്താൽ ദിനം DYSPയെ ആക്രമിച്ചവർ താമസിച്ച വീടാണിത്. ഹർത്താൽ ദിനം മിഠായി തെരുവിൽ ആക്രമണം നടത്തിയ 27 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 150-ലേറെ RSS പ്രവർത്തകർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്കെതിരെ കലാപാഹ്വാനം, പൊതുമുതൽ നശിപ്പിക്കൽ എന്നിങ്ങനെ 153A വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം പേരാമ്പ്രയിൽ CPIM പ്രവർത്തകൻ വടക്കേടത്ത് താഴെക്കുനിയിൽ രാധാകൃഷ്ണന്റെ വീടിനു നേരെ ഇന്നും ബോംബാക്രമണമുണ്ടായി. കൊളത്തറ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിനു നേരെയും RSS ബോംബാക്രമണം നടത്തുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹർത്താലിന്റെ മറവിൽ സംസ്ഥാനത്തൊട്ടാകെ സംഘപരിവാർ നടത്തിയ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് DYFI സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഭരണഘടനയെ സംരക്ഷിക്കണമെന്നും അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ആർക്കും വേണ്ടാത്ത സമരമായി BJPയുടെ സമരം മാറിയപ്പോഴാണ് BJP അക്രമത്തിലേക്ക് മുതിർന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത V ശിവൻകുട്ടി പറഞ്ഞു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷിജു ഖാൻ, AM അൻസാരി, പ്രതിൻഷാജ് കൃഷ്ണ, കവിത എന്നിവർ സംസാരിച്ചു. ശബരിമലയിലെ നിരോധനാജ്ഞ മകരവിളക്ക് ദിവസമായി ജനുവരി 14 വരെ നീട്ടി. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെയും റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് കലക്ടർ നിരോധനാജ്ഞ നീട്ടിയത്. പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും മുഴുവൻ റോഡുകളിലും ഉപറോഡുകളിലും നിരോധനാജ്ഞ ബാധകമാണ്. അതേസമയം ശരണം വിളിക്കുന്നതിനോ ഭക്തർ കൂട്ടമായി എത്തുന്നതിനോ നിയന്ത്രണങ്ങളോ
ഇല്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. എരുമേലി പേട്ടതുള്ളലിനുള്ള അമ്പലപ്പുഴ സംഘം യാത്ര തിരിച്ചു. സമൂഹ പെരിയോൻകളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലാണ് സംഘം യാത്ര തിരിച്ചത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. രേഷ്മ, 10-നാണ് എരുമേലി സംഘം അമ്പലപ്പുഴ സംഘം എരുമേലിയിലെത്തുക. 11-നാണ് എരുമേലി പേട്ടതുള്ളൽ നടക്കുന്നത്. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് സംഘം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിച്ചത്. കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 300-ൽ പരം അയ്യപ്പ ഭക്തരുമായിട്ട് ശബരിമലയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. 9-ാം തീയതി ഇവർ ആഴിപൂജയ്ക്കായിട്ട് മണിമലയിലെത്തും. അതിനുശേഷം മണിമലയിൽ ആഴിപൂജയ്ക്ക് ശേഷമായിരിക്കും എരുമേലിയിലേക്ക് എത്തുക. എരുമേലി പേട്ടതുള്ളലിന് ശേഷം 13-ന് അമ്പലപ്പുഴയിൽ നിന്നുള്ള അയ്യപ്പ സംഘം പമ്പയിലെത്തും. അതിനുശേഷം പമ്പ സദ്യയും കഴിഞ്ഞ് ഇവർ മകരവിളക്കിന് ശേഷം 15-നാണ് മലയിറങ്ങുന്നത്. എന്തായാലും വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് അമ്പലപ്പുഴയിൽ നിന്നും സംഘം ഇപ്പോൾ ശബരിമലയ്ക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ആദ്യം 10-നെത്തുന്ന സംഘം എരുമേലി പേട്ടതുള്ളലിന് ശേഷമാവും ശബരിമലയിലേക്ക് യാത്ര തിരിക്കുക. എരുമേലി പേട്ടതുള്ളലിനുള്ള അമ്പലപ്പുഴ സംഘം യാത്ര തിരിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ട്രാൻസ്പോർട്ട് മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള ദേശീയ പണിമുടക്കിൽ ഗതാഗത മേഖലയിലെ തൊഴിലാളികൾ അണിനിരക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളി സംഘടനകൾ. രാജ്യതലസ്ഥാനം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ടാക്സി, പൊതു സ്വകാര്യ വാഹനങ്ങൾ ദ്വിദിന പണിമുടക്കിൽ പങ്കെടുക്കും. ദ്വിദിന ദേശീയ പണിമുടക്കിൽ ഗതാഗത മേഖലയിലെ തൊഴിലാളികൾ അണിനിരക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളി സംഘടനകളുടെ അഖിലേന്ത്യാ ഏകോപന സമിതി അറിയിച്ചു. രാജ്യതലസ്ഥാനം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ടാക്സി, പൊതു സ്വകാര്യ വാഹനങ്ങൾ പണിമുടക്കിൽ പങ്കെടുക്കും. ഡീസൽ വില വർധന, ഇൻഷുറൻസ് പ്രീമിയം തുക വർധന, ടോൾ, GST നിരക്കുകൾ എന്നിവയാണ് ഗതാഗത മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതെന്ന് ആൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി R. ലക്ഷ്മയ്യ പറഞ്ഞു. രാജ്യസഭയുടെ പരിഗണനയിലുള്ള മോട്ടോർ വെഹിക്കിൾ നിയമ ഭേദഗതി ബിൽ നടപ്പായാൽ ഗതാഗത മേഖലയ്ക്ക് കനത്ത പ്രഹരമാകും ഉണ്ടാവുക. അസംഘടിത ഗതാഗത മേഖലയിൽ കുറഞ്ഞ വേതനം നിശ്ചയിച്ച് ഉറപ്പാക്കാനോ സാമൂഹ്യക്ഷേമ പദ്ധതി നടപ്പാക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല. കഴിഞ്ഞ 4 വർഷത്തെ ഡീസൽ, പെട്രോൾ വിലയിലെ സെസ്സിലൂടെ കേന്ദ്ര സർക്കാർ 12 ലക്ഷം കോടി രൂപയാണ് നേടിയത്. എന്നാൽ റോഡ് നിർമ്മാണവും അറ്റകുറ്റപ്പണിയും സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ച് ടോൾ പിരിവ് തുടരുകയാണ്. 4 साल में 12 लाख करोड़ रुपए केंद्रीय सरकार इसे कलेक्ट किया. 12 लाख करोड़ रुपए दोबारा क्या कर रहे? टोल गेट प्राइवेट वाला को दे दिया, उन्होंने टोल गेट वसूल कर रहे. ये सारा मिलके वो ट्रांसपोर्ट सेक्टर की हालत बहुत खराब हो गई. കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഗതാഗത മേഖലയെ നോട്ട് നിരോധനവും GSTയും ഗുരുതരമായി ബാധിച്ചുവെന്നും ലക്ഷ്മയ്യ പറഞ്ഞു. ആൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് പണിമുടക്കിന് ധാർമ്മിക പിന്തുണ നൽകുമെന്ന് ചെയർമാൻ കുൽട്രാൻ സിംഗ് അത്വാൽ പറഞ്ഞു. വിവിധ ട്രാൻസ്പോർട്ട് തൊഴിലാളി സംഘടനകളായ ഇന്ദ്രജിത് സിംഗ്, MS മൻസൂരി, അനോജ് കുമാർ റാത്തോഡ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിലെ മഹാസഖ്യത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കി BSP SP സഖ്യം സീറ്റ് ധാരണയിലേക്ക്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്ന 2 സീറ്റുകളിൽ മഹാസഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല. 37 സീറ്റുകളിൽ SPയും BSPയും മത്സരിക്കും. മഹാരാഷ്ട്രയിൽ NCPയും കോൺഗ്രസും 40 സീറ്റുകളിൽ ഒരുമിച്ച് മത്സരിക്കാനും ധാരണയായിട്ടുണ്ട്. മായാവതിയും അഖിലേഷ് യാദവും കഴിഞ്ഞയാഴ്ച ദില്ലിയിൽ നടത്തിയ ചർച്ചയിലാണ് ഉത്തർപ്രദേശിലെ സീറ്റ് വിഭജനത്തിൽ അന്തിമധാരണയായത്. മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ കെടുത്തിയാണ് കോൺഗ്രസിനെ ഒഴിവാക്കി അന്തിമ സീറ്റു ധാരണയിലേക്ക് പാർട്ടികൾ എത്തിയത്. മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ച SPക്ക് മന്ത്രിസ്ഥാനം നൽകാത്തതിലുള്ള അതൃപ്തി അഖിലേഷ് യാദവ് പരസ്യപ്പെടുത്തിയതോടെ കോൺഗ്രസിന് സഖ്യത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് സൂചന ലഭിച്ചിരുന്നു. 80 സീറ്റുകളുള്ള UPയിൽ SPയും BSPയും 37 വീതം സീറ്റുകളിൽ മത്സരിക്കാനാണ് ധാരണയായത്. അജിത് സിംഗിന്റെ RLDക്ക് കൈരാന ഉൾപ്പെടെ 3 സീറ്റ് നൽകും. BJP സഖ്യകക്ഷിയായ ഓംപ്രകാശ് രാജ്ഭറിന്റെ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി, അപ്നാദൾ എന്നിവർ NDA വിട്ടാൽ അവർക്ക് നൽകാനായും 2 സീറ്റുകൾ ഒഴിച്ചുവിടും. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠി, സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലി എന്നിവിടങ്ങളിൽ അതേസമയം മഹാസഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ജനുവരി 15-നായിരിക്കും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. എന്നാൽ ഈ തീരുമാനത്തിൽ നിരാശരായ കോൺഗ്രസ് സംസ്ഥാനത്തെ മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാർലമെന്റ് സമ്മേളനം ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ സർക്കാർ വീണ്ടും അവതരിപ്പിച്ചേക്കും. എന്നാൽ 2 പ്രവൃത്തി ദിവസങ്ങളിലും നിർബന്ധമായി സഭയിൽ ഉണ്ടാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ബിൽ വീണ്ടും സഭയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാകും BJPയുടെയും പ്രതിപക്ഷത്തിന്റെയും നീക്കം.
രണ്ടാഴ്ച മുൻപ് ലോക്സഭ പാസാക്കിയ മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യമായ പരിശ്രമങ്ങൾ എല്ലാം നടത്തിയിരുന്നു. എന്നാൽ പ്രതിപക്ഷ ഐക്യത്തിനു മുന്നിൽ ബില്ല് രാജ്യസഭ കടത്താൻ കേന്ദ്ര സർക്കാരിനായില്ല. പരിഗണനയ്ക്കെടുത്താലും കേന്ദ്രത്തിന് ബില്ല് പാസാക്കാനും ഇനി സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് മുത്തലാഖ് ബില്ല് വീണ്ടും സഭയിൽ കൊണ്ടുവന്ന് തിരിച്ചടി നേരിടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്രം പിന്മാറുന്നത്. ശൈത്യകാല സമ്മേളനം അവസാനിക്കാൻ ഇനി 2 പ്രവൃത്തി ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഉപധനാഭ്യർത്ഥന ചർച്ചകളും കാർഷിക പ്രശ്നങ്ങളിലുള്ള ചർച്ചയുമാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രധാന അജണ്ടകൾ. എങ്കിലും മുൻകരുതലായി പ്രതിപക്ഷ പാർട്ടികൾ എംപിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ എന്നീ പാർട്ടികളാണ് വിപ്പ് നൽകിയത്. ഇതോടെ 2ാം തവണയും മുത്തലാഖ് ബില്ല് രാജ്യസഭ കടക്കില്ലെന്ന് ഉറപ്പായി. ബില്ല് വീണ്ടും സഭയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ വിഷയം രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കാൻ ബിജെപിയും പ്രതിപക്ഷവും ഒരേപോലെ ശ്രമിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.